വിപ്ലവകരമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ ചരിത്ര ഇതിഹാസം എഴുതിയ മഹാനായ VS ആണ് ഇന്നുച്ചയ്ക്ക് ശേഷം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം കേരളമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. ഒന്നായിരുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും CPMൻ്റെ പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ കേരളമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രവും അതിലുള്ള വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പാർട്ടി രംഗത്തും സമരരംഗത്തും ഭരണരംഗത്തും എല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം അദ്ദേഹത്തെ ഒരു ദേശീയ നേതാവായിട്ട് തന്നെ ഉയർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സംസ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ച് ദേശീയമായി ശ്രദ്ധിക്കപ്പെട്ട അപൂർവം നേതാക്കൾ മുമ്പിലാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ VSനെ പോലെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് പോരാടി ഉയർന്നു വന്ന് പ്രവർത്തിച്ച് ദേശീയ തലത്തിൽ പ്രാധാന്യം നേടിയ മറ്റൊരു രാഷ്ട്രീയ വ്യക്തിത്വം ഇല്ല എന്ന് തന്നെ പറയാം. സമാനതയില്ലാത്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ. അദ്ദേഹത്തിന് തുല്യരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല, ഒരു പാർട്ടിയിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. VSൻ്റെ പ്രവർത്തനത്തിലെ ആദ്യ കാലങ്ങൾ അദ്ദേഹം കേന്ദ്രീകരിച്ച അമ്പലപ്പുഴ താലൂക്കിലും അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന കർഷക തൊഴിലാളികളെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള കുട്ടനാടൻ ഗ്രാമങ്ങളിലുമായിരുന്നു. തയ്യൽ തൊഴിൽ ഏർപ്പെടുകയും കയർ ഫാക്ടറിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും തൊഴിലാളിയായി പ്രവർത്തനം ആരംഭിക്കുകയും പുന്നപ്രവേല സമരങ്ങളിൽ പോരാടുകയും ഒടുവിൽ പോവുകയും പൂഞ്ഞാറിൽ വെച്ച് ഒടുവിൽ വെച്ച് ആളുകൾ ഒറ്റിക്കൊടുത്ത് അദ്ദേഹത്തെ CPയുടെ പോലീസ് പിടികൂടി ഭീകരമായി മർദ്ദിച്ച് കാലിൽ മൂർച്ചയുള്ള ബയണറ്റ് കുത്തിത്തിരികി ജീവിതാവസാനം വരെ അതിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവിച്ചെങ്കിലും ആ പുന്നപ്രവേല നാടിൻ്റെ ആ വിപ്ലവ വീര്യവും സമരവീര്യവും ധൈര്യവും പോരാട്ട വീര്യവും തെറ്റുകളോടും തെറ്റായ ആദർശങ്ങളോടും ആദർശങ്ങളിൽ നിന്ന് മാറി മറിഞ്ഞു പോകുന്നവരോടും യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഉറച്ച നിലപാടെടുക്കുന്നതിലുമൊക്കെ അദ്ദേഹത്തിന് സമാനനായി നമ്മൾ ആരെയും കണ്ടിട്ടില്ല. അദ്ദേഹം കുട്ടനാട്ടിലെ അടിമകളായ കർഷക തൊഴിലാളികളെ ജന്മിമാർക്കെതിരെ സംഘടിപ്പിക്കുകയും ഇന്ത്യ രാജ്യത്ത് തന്നെ മാർക്സിസ്റ്റ് വീക്ഷണമുള്ള ആദ്യത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനം തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ അദ്ദേഹത്തിന് 18 വയസ്സ് മാത്രമുള്ളപ്പോൾ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. പള്ളാത്തുരുത്തിയിൽ വെച്ചാണ് ആ സംഘടന രൂപീകരിക്കുന്നത്. ജാനകി എന്ന ഒരു തൊഴിലാളി മാതാവായി അധ്യക്ഷയായിരുന്നു. അന്ന് 18 വയസ്സ് പോലും പൂർത്തിയാകാത്ത VS അതിൽ അംഗമായിരുന്നു. അന്നതിൽ പങ്കെടുത്ത ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കുട്ടനാടിൻ്റെ പോരാട്ട ചരിത്രത്തിൽ VS ആണ് എക്കാലത്തെയും നായകൻ. പിന്നീട് വന്ന മാറ്റങ്ങൾ അറിയാം. ഭൂമി എല്ലാവർക്കും കൊടുത്തു, കുടികിടപ്പ് എല്ലാവർക്കും കൊടുത്തു, കേരളം മൊത്തം കൊടുത്തു. കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ സമരവീര്യമാർന്ന ഒരു കാർഷിക ജനതയെ അദ്ദേഹം വാർത്തെടുക്കുകയും കുട്ടനാട്ടിലെ ജനങ്ങൾ അടിമകളല്ലാതാവുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ പോരാട്ട ഫലമായിട്ടാണ്. ചരിത്രത്തിൽ ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും
ആഴത്തിൽ ചെന്ന് പരിശോധിച്ച് രേഖാപരമായി അതിൻ്റെ വിശദാംശങ്ങൾ എഴുതാനൊന്നും ആരും തയ്യാറായിട്ടില്ല. അതിങ്ങനെ അദ്ദേഹം ഈ യൂണിയൻ സ്ഥാപിച്ചു എന്നൊക്കെ പറയൽ മാത്രമാണ്. പക്ഷേ അതിനപ്പുറമാണ്. അടിമകളായിരുന്നു അവർ. വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കാൻ ഒരു കർഷക തൊഴിലാളിയുടെ ചോര ബണ്ടിൽ വീഴ്ത്തണം, എന്നിട്ട് ബണ്ട് ഉറപ്പിച്ചാലേ ബണ്ട് മുറിയാതിരിക്കുക എന്നുള്ള അന്ധവിശ്വാസം ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ. ഒരുപാട് തൊഴിലാളികളുടെ ചോരയുടെ അടിത്തറത്ത് കൊന്നിട്ടുണ്ട്. അവർ മരിച്ചാൽ അവരുടെ ശവശരീരം പായിൽ പൊതിഞ്ഞ് കായലിലെറിയുന്ന പരിപാടിയാണ് ഉണ്ടായിരുന്നത്. ഒഴിച്ചിടാൻ പോലും സ്ഥലമില്ല. അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അവിടുത്തെ അടിമകളായ ജനങ്ങളെ അതൊരു ലാർജർ പെർസ്പെക്റ്റീവിലാണ്, അന്തർദേശീയ തലത്തിലാണെന്നുള്ളത് ശരിയാണെങ്കിലും ജോർജ് വാഷിങ്ടണും എബ്രഹാം ലിങ്കണും ഒക്കെ എങ്ങനെയാണോ നയിച്ചത്, അതിൻ്റെ ഒരു കുട്ടനാടൻ രൂപമായിരുന്നു. ഒരു സ്റ്റേറ്റിലല്ല, ഒരു പ്രദേശത്താണ് കുട്ടനാടൻ രൂപമായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോരാട്ടം. അങ്ങനെ പോരാടിയ വേറൊരാളില്ല. അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഇങ്ങനെ പോരാടി ദേശീയ നേതൃത്വത്തിലെത്തിയ ഒരു നേതാവും ഇന്ത്യയിലും എവിടെയോ ഒരു പാർട്ടിയിലുമില്ല. വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടല്ല അദ്ദേഹത്തെ പോലുള്ളവർ ജനിച്ചത്, പോരാടിയാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു പാർട്ടി സ്ഥാപിച്ച പി കൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹമാണ് 14 വയസ്സുള്ള VS-നെ കുട്ടനാട്ടിലെ പ്രവർത്തനത്തിന് അയക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചരിത്രമാണ്. ഈ ചരിത്രങ്ങൾ കൂടുതലായിട്ട് വെളി വരേണ്ടതായിട്ടുണ്ട്. കുടികിടപ്പ് സമരത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹമാണ്. ബെച്ചോവി സമരത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹമാണ്. കുട്ടനാട്ടിലെ ജനങ്ങളെ ഉണർത്തിയത് അദ്ദേഹമാണ്. 1970-കളിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി തീർപ്പും പദവും വർദ്ധിപ്പിക്കാൻ ചെറുകായലിലെ തൊഴിലാളികൾ പണിമുടക്കി. CRP വെടിവെച്ചു. സഹദേവനോടെ മരിച്ചു വീണു. ആ ശവശരീരം എടുക്കാൻ പോലും ആരെയും സമ്മതിച്ചില്ല. 12,000-ഓളം CRPക്കാരും പോലീസുകാരും 400 ഏക്കർ വരുന്ന ആ പാടശേഖരത്തിൻ്റെ മണ്ണ് ചുറ്റും അങ്ങ് നിറഞ്ഞു നിൽക്കുകയായി. അപ്പോഴാണ് യുവാവായ VS-ഉം ഗൗരിയമ്മയും കൂടി ഒരു ബോട്ടിലവിടെ ചെല്ലുന്നത്. അവർ പാടശേഖരത്തിലിറങ്ങി സഹദേവനെ എടുത്തു. പട്ടാളക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് സഹദേവൻ്റെ മൃതശരീരം എടുത്ത് രക്തസാക്ഷി മൃതശരീരവുമായി സഹദേവൻ്റെ വീട് അയനയുടെ തന്നെ ഭജനപടത്തിനപ്പുറം കിഴക്കൻ ഭാഗത്താണ്. അവിടെ കൊണ്ടുപോയി അടക്കി പ്രസംഗവും ചെയ്തു. സഹദേവൻ്റെ വർഗം ഈ നാട് ഭരിക്കുവാൻ VS അന്ന് പ്രഖ്യാപിച്ചത്. നേരത്തെ ഒരിക്കൽ അത് സത്യമായി. പിന്നീട് 70-ന് ശേഷം 80-ലും 87-ലും 96-ലും 2006-ലും 2016-ലും എല്ലാം ഇവിടെ സംഘാതമായി. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കരളുറപ്പ് അസാമാന്യമാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഒന്നും അദ്ദേഹം സമ്മതിക്കില്ല. വർഗങ്ങളില്ലെന്നും ആധുനിക കാലത്ത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ വളർന്നപ്പോൾ വർഗ സഹകരണമാണ് വേണ്ടതെന്നും പറയുന്ന പുത്തൻ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളൊന്നും അദ്ദേഹവും CPM ഒന്നും അംഗീകരിച്ചിട്ടില്ല. കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും ഉണ്ടാവും എന്നുള്ള എല്ലാവരും കാണണമല്ലോ. ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ളത്, ചൂഷകന്മാർ ചൂഷിതരുമെന്നുള്ള ആ വർഗവ്യത്യാസം സ്വത്തിൻ്റെ, സമ്പത്തിൻ്റെ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം ബഹുഭൂരിപക്ഷ സ്ഥലവും കുറച്ച് പേരുടെ കയ്യിൽ അമർന്നിരിക്കുന്ന കാലത്തോളം, ബാങ്കുകളെല്ലാം കുറച്ച് പേരുടെ വകയായിരിക്കുന്ന കാലത്തോളം, ഭരണകൂടങ്ങൾ ജന്മിമാരുടെയും മുതലാളിമാരുടെയും സാമ്രാജ്യ ശക്തികളുടെയും കയ്യിലിരിക്കുന്ന കാലത്തോളം ഈ വ്യത്യാസം ഉണ്ടാവും. അതില്ലാതെ വരുമ്പോൾ മാത്രമേ വ്യത്യാസമില്ലാതാവുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ടായത്. ആ വിശ്വാസം ഉയർത്തിപ്പിടിച്ച ആളാണ് VS. മുഖ്യമന്ത്രി നിലയിൽ അദ്ദേഹം ഒമ്പിച്ചൊരു വിജയമായിരുന്നു. വലിയ വികസനങ്ങളാണ് ആ കാലത്ത് തുടങ്ങി വെച്ചത്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിലങ്ങ് മഞ്ചേശ്വരം മുതൽ കാസർഗോഡ് വരെ ആ പാറശാല വരെ അദ്ദേഹം ഓടി നടന്ന് പോരാട്ടം നടത്തി. കുട്ടനാട്ടിൽ അദ്ദേഹത്തിൻ്റെ കാൽപാദം പതിയാത്ത ഒരു വാർഡ് പോലും ഉണ്ടാവില്ല, ഒരു പാടശേഖരം പോലും ഉണ്ടാവില്ല. അമ്പലപ്പുഴ താലൂക്കിൽ അദ്ദേഹത്തിൻ്റെ പാദം പതിയാത്ത ഒരു മണൽത്തിരിയും ഉണ്ടാവില്ല.
കേരളത്തിലെ എല്ലാ പോരാട്ട വീതികളിലും ഏതാണ്ട് ഒരു 15 വയസ്സിന് ശേഷം ഈ 101 വയസ്സിനുള്ളിൽ 85-86 വർഷം 8.5 പതിറ്റാണ്ടിലേറെ പോരാടിയ, അവസാനം വരെ പോരാടിയ വേറൊരാളെ കാണാനില്ല. മരണത്തോടും അദ്ദേഹം വളരെ ശക്തമായി പോരാടി. ഡോക്ടർമാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ബോഡിക്ക് യാതൊരു തരത്തിലുള്ള ക്ഷീണവും വളരെ സ്ട്രോങ് ആണ്. അദ്ദേഹത്തിൻ്റെ വൃക്കയ്ക്കും ശ്വാസകോശത്തിനുമൊക്കെയാണ് കുറച്ച് പ്രശ്നമുണ്ടായത്. ബോഡിക്ക് യാതൊരു പ്രശ്നമില്ല. അത്ര ശക്തമായിട്ടുള്ള ജീവിതം അങ്ങനെയായിരുന്നു. അദ്ദേഹം വഴിവിട്ട ജീവിതമോ എടുത്തുചാടിയുള്ള ജീവിതമോ ഒന്നുമില്ല.